അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബീൻസാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും ഒരു കൈപ്പിടി ഒരു 10-20 കാണും. പിന്നെ വേണ്ടത് ഒരു ഉരുളൻകിഴങ്ങാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ്. ഇത് കുതിർന്ന ശേഷമാണ്, 1 കപ്പുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണിനടുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. മൂന്നാല് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ, പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. സവാളയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ഭാഗം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ഗ്രാമ്പു, കറുവപ്പട്ട ചെറിയൊരു കഷ്ണം, 2 ഏലക്ക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടത് മല്ലിയാണ്. അത് ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണെങ്കിൽ 1/2 മുതൽ 3/4 ടീസ്പൂണിനകത്തായിട്ട് ചേർക്കാം. പിന്നെ 2 വറ്റൽമുളക്. അപ്പോൾ ഇത്രയും എൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി 1-2 എണ്ണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 വറ്റൽമുളക്, കറിവേപ്പില, ഇത് രണ്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കാനായിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർക്കാം. ഇപ്പം ഞാനിപ്പം നമ്മൾ അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചതാണിത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കോണാണ്, ഫ്രഷ് കോണാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം ചേർക്കുവാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെള്ളം വറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ചാറോട് കൂടി തന്നെ ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്, നാരങ്ങാ നീരാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു വലിയ നാരങ്ങയാണെങ്കിൽ പകുതി മതിയാവും. തീരെ ചെറിയ നാരങ്ങയാണെങ്കിൽ 1 എണ്ണം എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വെർമസല്ലി, അതുപോലെ തന്നെ ഉള്ളി ചിക്കൻ, ഇതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അപ്പം തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.